Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. ചേട്ടാ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല മാം. ഓക്കെ, പഠിച്ചത് തുടങ്ങിയോ എക്സാമിന് വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് തുടങ്ങാന്നാ വിചാരിച്ചിരിക്കണേ? ഇപ്പൊ ഓണത്തിന്റെ തിരക്ക് മാം. പഠിക്കാനും സമയമില്ല. അപ്പോ ഓണം കഴിഞ്ഞിട്ട് എന്താ പറയാ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കണേ അല്ലേ? ഓണം കഴിഞ്ഞ് വരുമ്പോ തന്നെ നമുക്ക് എക്സാമാ വരുന്നത്, അറിയാലോ എല്ലാവർക്കും. മാം, ആ മോക്ക് ടെസ്റ്റിൽ ഒരു ഡൗട്ട് ഉണ്ട്. ഏത് മോക്ക് ടെസ്റ്റ് ആടാ? അതാ രണ്ടാമത് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള യൂണിറ്റിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിട്ടില്ലേ? സെയിം തന്നെ ക്വസ്റ്റ്യൻസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കേടാ, പറഞ്ഞു നോക്കട്ടെ 1 മിനിറ്റ്. അതാ സ്നേക്ക് ബൈറ്റിങ്ങിൻ്റെത്. 1 മിനിറ്റ് ഞാൻ മോക്ക് ടെസ്റ്റ് എടുത്തിട്ടേട്ടാ. ക്വസ്റ്റ്യനാ? ആ സ്നേക്ക് ബൈറ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് എയ്ഡ് അല്ലേ? ഇല്ല, കാണുന്നു. ആ ക്വസ്റ്റ്യനില് ആദ്യം ഇട്ട മോക്ക് ടെസ്റ്റ് തന്നെ ആയിരുന്നല്ലേ കറക്റ്റ് ഉണ്ടായിരുന്നത്? ആ വൗണ്ടിന്റെ താഴെയും മേലെയായിട്ട് ബാൻഡേജ് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് അതാ ടെക്സ്റ്റിലുള്ളത്. ടെസ്റ്റിൽ അങ്ങനെ എഴുതിയിരിക്കണേ. പക്ഷെ നമുക്കറിയാലോ തെറ്റാണെന്നാണോ? അപ്പൊ അതില് ഡോണ്ട് ചേർത്താൽ മതി. ജസ്റ്റ് നമ്മള് അതിൽ വേർഡ് വിട്ടുപോയതാണ്, ഞാൻ കാണിച്ചു തരാം. അത് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ ആ ടെക്സ്റ്റിലുള്ളതും ക്വസ്റ്റ്യനിലുള്ളതും ഒരുപോലെയാ കണ്ടത്. അത് തെറ്റായതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്ത് കൊടുത്തേട്ടാ. ടെസ്റ്റിലുള്ളത് മിസ്റ്റേക്കാണ്. ടെസ്റ്റിലെ ഒരു വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. എന്നുവെച്ചാല് ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഡോണ്ട് ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതെല്ലാം ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. ഡോണ്ട് ചെയ്യരുത് എന്നോട് മീനിങ് വരാം. പിന്നെ ഇൻഷുറി എൻലാർജ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള നൈഫ് ഒക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് പോയിസൺസ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യിപ്പിക്കാം, അതും പാടില്ല. നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പേഷ്യൻസിനെ ഉറങ്ങാൻ അനുവദിക്കാൻ പാടില്ല. ഇതെല്ലാം ഡോണ്ട് ആണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേട്ടോ. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ചെയ്യാൻ പാടില്ല കേട്ടോ. അന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരു ഓർമ്മ. ഇവിടെ ആയിട്ടൊന്ന് എഴുതിയാലും മതി, ഡോണ്ട് ഡു. ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ അങ്ങനെ ഇൻഷുറിയുടെ ബിലോ ഇൻഷുറിയുടെ ബാൻഡേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിലോ ലൈക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. ഇപ്പൊ ഈവൻ സ്നേക്ക് ബൈറ്റ് ചെയ്തിരിക്കുന്നത് നോൺ പോയിസണസ് സ്നേക്ക് ആണെന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് എന്താണ് പിന്നീട് അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. ഇനി ഷാർപ്പായിട്ടുള്ള നൈഫ് യൂസ് ചെയ്ത് എൻലാർജ് ചെയ്ത് ബ്ലഡ് ഫ്ലോ ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് കാലിലൂടെ എന്താണ് ഒഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇപ്പൊ പോയിസണസ് സ്നേക്ക് അല്ലെങ്കിലോ അങ്ങനെ അനാവശ്യമായിട്ടൊരു ആളുടെ ബോഡിയിൽ നിന്ന് അത്രയും ബ്ലഡ് നഷ്ടപ്പെട്ടു പോകും. മേ ബി ആ ഒരു പ്രശ്നം കൊണ്ട് ആളുടെ ലൈഫിന് കുറച്ച് ഭീഷണി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഉറങ്ങാൻ അനുവദിക്കരുതെന്ന് പറയുന്നത് പേഷ്യന്റ് ഉറങ്ങാൻ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ട്രീറ്റ്മെന്റിനോട് റെസ്പോൺസ് ചെയ്യുന്നത് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഉറങ്ങാൻ അനുവദിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ മാം. ഓക്കെ.
ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് യൂണിറ്റ് 1 എടുത്തതെന്ന് പാർട്ട് 1 എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? നമ്പർ 3 അല്ല 3 അല്ല 4 10 3ഉം പിന്നെ 4ഉം 5ഉം 7ഉം 8ഉം. 2 വേണം അല്ലേ? 3 4 പിന്നെ 5 7 8. One minute. Okay. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. Why do children suffer from various diseases? ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട്. Due to ലോ ഇമ്മ്യൂണിറ്റി. മനസ്സിലായോ ദിവ്യ? ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട്. Immunity കുറവായതുകൊണ്ട്. Okay. Which organ is mainly affected by jaundice? Which internal organ is mainly affected by jaundice? ലിവർ. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. Which internal organ is mainly affected by typhoid? അറിയോ ഏത് ഓർഗനാണ് മെയിൻ ആയിട്ട് ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ മെയിൻലി എഫക്ട് ചെയ്യുന്നത്? അറിയില്ല. ഓക്കെ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ് കേട്ടോ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഓക്കെ. Malaria spread through the bites of dash mosquitoes. Anopheles mosquitoes. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് റീഡ് ചെയ്യണ്ട. ചിലപ്പോ ഞാൻ എടുക്കാത്ത ക്വസ്റ്റ്യൻ അതിൽ കാണും കേട്ടോ. Then what should be a fainted patient be placed in? എന്താ ചെയ്യണ്ടേ? ഫെയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിനെ നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. സിറ്റിംഗ് അപ്റൈറ്റ്, ലൈങ് ഓൺ ദി സ്റ്റൊമക്, സ്റ്റാൻഡിംഗ് വിത്ത് സപ്പോർട്ട്, ലൈങ് ഫ്ലാറ്റ് വിത്ത് ഹെഡ് റൈസ്ഡ്, സോറി വിത്ത് റൈസ്ഡ് ഫീറ്റ് ഹയർ ദാൻ ദ ഹെഡ്. പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കിടക്കണം അല്ലെ? എന്താ പറയാ, തലയേക്കാൾ ഉയർത്തി പാദങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ? Flat with legs raised higher than the head. So, what should be made available along with the first aid kits in schools? സ്കൂൾസിലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് അതിന്റെ ഒപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് മെയ്ഡ് അവൈലബിൾ ആക്കേണ്ടത്? ഓപ്ഷൻസ് ആണ്: എ ഡോക്ടർ ഓൺ ഡ്യൂട്ടി, ഓപ്ഷൻ ബി നഴ്സിംഗ് അസിസ്റ്റന്റ്, ഓപ്ഷൻ സി മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക്, ഓപ്ഷൻ ഡി ആൻ ആംബുലൻസ്. Nursing assistant, okay. What position should a drawing victim be placed in? What position should a drawing victim to be placed in? Face up with feet down,
face up with feet down, face down with the feet up, sitting upright, standing. Face down, feet up. Quality of a good first aider. What are the qualities? What is an essential qualities of good first aider എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചാപ്റ്ററിന് ലാസ്റ്റിൽ പറയുന്നുണ്ട്. കമ്പാൻഷൻ വേണം, റിസോഴ്സ്ഫുൾനെസ് വേണം, പവർ ഓഫ് കൺക്ലൂഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് കൊടുക്കുക. ഇനി ഓപ്ഷനിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ കമ്പാൻഷൻ, ഇപ്പോ എന്താ അങ്ങനെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഏതാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ. Then tetanus, the germ of the tetanus enter the body through dash. ടെറ്റനസിന്റെ germ എങ്ങനെയാണ് ബോഡിയിലേക്ക് എൻ്റർ ആകുന്നത്? എന്താണ് ഓപ്ഷൻസ് വായിക്കട്ടോ. കണ്ടാമിനേറ്റഡ് ഫുഡ്, ബ്രീത്തിങ്, ഇഞ്ചുറീസ്, ടച്ചിങ് ഇൻഫെക്റ്റഡ് സർഫസ്. Injuries. Diphtheria is a disease that affects option A, throat, option B, windpipe, option C, trachea, and option D, all of the above. All of the above. Then, what is the role of the family in child welfare? Option A, providing entertainment. Option B, make the child dependent. Option C, influencing healthy habits and overall development. Option D, sending the child away. Option C, influencing healthy habits and overall development. What must children be taught to ensure cleanliness? What must children be taught to ensure cleanliness? First option, sleep all the day. Option B, avoid physical activity. Option C, wash hands before and after meals and toilet use. None of the above. Wash hands before and after meals. Okay. But what is suggested for a child with potential eye problems? What are the common method of communication for hearing impairment? Option A, through action. Okay, what are the common method of communication for hearing impaired children? Option A, actions only. Option B, lip reading. Option C, both actions and lip reading. Option D, all of the above. D. All of the above. Lip reading. All of the above. So, what is suggested to help mentally retained children engage in learning? What is suggested to help mentally retained children engage in learning? Okay, strict rules, lengthy lessons, suitable and proper physical and mental activity. Option 3, frequent test. First option, strict rules ആയിരിക്കും. Option B, lengthy lectures ആയിരിക്കും. Then option C, suitable and proper physical and mental activities ആയിരിക്കും. Option D, frequent test. Okay, what is suggested to help mentally retained children engage in learning? മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്? സ്ട്രിക്റ്റ് റൂൾസ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ്. ദെൻ ഓപ്ഷൻ ബി, ലെങ്തി ലെക്ചേഴ്സ്. ഓപ്ഷൻ സി, സ്യൂട്ടബിൾ ആൻഡ് പ്രോപ്പർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ്. ഓപ്ഷൻ ഡി, ഫ്രീക്വന്റ് ടെസ്റ്റ്.
C. Suitable and proper mental and physical activities. Okay. What kind of environment help mentally retrained children? What kind of environment help mentally retained children? Option A, traditional classroom. Option B, Montessori environment and materials. Option C, strict military style training. Option D, competitive sports. Montessori. Montessori environment and materials. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത നമ്മൾ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് എന്താണ് ഡോക്ടർ മരിയ മോണ്ടിസോറി നമ്മൾ ഈ മെറ്റീരിയൽസ് സെൻസോറിയൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം? സ്പെഷ്യൽ കിഡ്സ്. ഓക്കെ. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം എന്ത് ചെയ്തത്? ഡോക്ടർ മരിയ മോണ്ടിസോറി ഈ ഒരു മെറ്റീരിയൽസ് എന്ത് ചെയ്തത്? പ്രിപ്പയർ ചെയ്തത്. പിന്നീടാണ് നോർമൽ കുട്ടികൾക്ക് ആ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയത്. ഇനി നമ്മൾ പറയുന്ന ചാപ്റ്റർ ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് അല്ലെ? One minute. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്. നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ ശ്രമിച്ചു നോക്കട്ടാ. ഓക്കെ. Which of the following is an energy supplying food? Which of the following is an energy supplying food? Option A, milk. Option B, butter. Option C, egg. Option D, none of the above. Butter. Butter. 1 minute. 1 minute. Okay. Butter correct. Which of these is protective food? ഞാൻ പറയുന്നതിൽ ഏതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്? റൈസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഷുഗർ, ബട്ടർ. Green leafy. Then, which of the following is a fat soluble vitamin? Which of the following is a fat soluble vitamin? Options: vitamin B, option B, vitamin C, option C, vitamin E, none of the above. Vitamin E. Vitamin E. Which materials important for strong bones and teeth? Which mineral is important for strong bones and teeth? Option A, iron. Option B, calcium. Option C, iodine. Option D, phosphorus. Calcium. Calcium. Okay, correct answer. Which of the following is a water soluble vitamin? A, D, B, K. B. B. Okay. Then നിങ്ങൾക്ക് ഞാൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അധികം എടുത്തിട്ടില്ലല്ലോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് മാത്രമാണ് എടുത്തത്. അല്ല, individual difference. ഏതാണ്?
ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നീഡ്സ് എടുത്തിട്ടില്ല. നീഡ്സ് എടുത്തിട്ടുണ്ട്. കേട്ടാ ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസും നീഡ്സും എടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, what is the first form of language used by the infant? What is the first form of language used by infant? Okay, simple sentence: babbling, calling, crying. കോഴി. Cooing. അല്ലടാ, ഫസ്റ്റ് ഫോം ഓഫ് ലാംഗ്വേജ് യൂസ്ഡ് ബൈ ഇൻഫന്റ്. കുട്ടികള് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, സൗണ്ട് അല്ല, ക്രൈവിംഗ് കേട്ടാ. ഓക്കെ, when does babbling stage begins? When does the babbling stage begins? Around 60 weeks, around 28 weeks, around 36 weeks, around 52 weeks. 28 weeks. What age does the baby start imitating the sounds made by adult? What age does the baby start imitating sounds made by the adult? Option A 60 weeks, option B 28 weeks, option C 40 weeks, option D 52 weeks. 40 weeks. When does the child typically begin to speak without infantile articulation? ശിശുച്ചാരണം ഇല്ലാതെ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന ഏജ് എപ്പോൾ മുതലാണ്? 5 years. 5 years. Okay. What is the vocabulary range of 6-year-old child? What is the vocabulary range of 6-year-old child? Option A 5,000 to 7,000 words. Option B 2,000 to 5,000 words. Option C 12,000 to 14,000 words. Option D 1,000 to 2,000 words. 10,000 to 14,000. Okay. How many words does a 3-year-old typically know? How many words does a 3-year-old typically know? 300 words, 9,000 words, about 900 words, over 5,000 words. 900. But does cooing refers to the language development? Okay. What does cooing sound refers to language development? First, the child crying. Option A, a child crying loudly. Option B, the child producing vowels and consonants combination. Option C, the child pronouncing sound from the throat. The option D, the child learning to speak. From the throat. Then what skills are the part of reading development? What skills are the parts of pre-reading development? First option A, running and jumping. Option B, singing songs. Option C, copying from blackboard. Option D, recognizing alphabets and phonetic sounds. Pre-reading skill അതേതാ? Recognizing alphabets and phonetic sounds ആണ് ട്ടോ. Okay.
വെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാൻ എടുത്തതാണെങ്കിലും ഇപ്രാവശ്യം ഞാൻ എക്സാം എടുക്കുമ്പോൾ നമ്മളങ്ങനെ ഇന്ന ചാപ്റ്റർ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പൊ എല്ലാ ടീച്ചേഴ്സും കൂടി ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത് കേട്ടോ. എനിക്ക് എടുത്തിട്ടുള്ള ടീച്ചേഴ്സും നമ്മുടെ അശ്വതി മിസ്സും അതിരാ മിസ് എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഞാൻ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തായിരിക്കും ഇടുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റും കൂടി പഠിക്കണം കേട്ടോ. കേട്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏതായിരുന്നു? നീഡ്സ് ആണ് അല്ലെ? Okay, what is the basic level need of what is the basic need of Maslow need of hierarchy? Option A, safety need. Option B, need for belongingness. Option C, physiological need. Option D, self-actualization need. Physiological needs. Rearrange the order. Order എങ്ങനെയാണ്? ഓർഡർ ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആദ്യം ഫസ്റ്റ് ഏത് നീഡാണ്, സെക്കൻഡ് ഏതാണെന്നുള്ളത്? Physiological needs, safety needs, love and belongings needs, testing needs, self-actualization. ഓക്കെ, നന്നായിട്ട് നോക്കുക കേട്ടോ. ആ ഓർഡർ എന്തായാലും ചോദിക്കാറുണ്ട് എല്ലാ എക്സാമിനും. ഒരു ക്വസ്റ്റ്യൻ, ഓർഡറിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കൂ കേട്ടോ. അക്കോർഡിംഗ് ടു മാസ്ലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഗ്രോത്ത് നീഡ്? അക്കോർഡിംഗ് ടു മാസ്ലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഗ്രോത്ത് നീഡ്? ഓപ്ഷൻ എ, safety and security. Option B, physiological need. Option C, belongingness need. Option D, self-actualization need. Self-actualization. Okay. What kind of need include hunger and thirst? What kind of need include hunger and thirst? Option A, extreme need. Option B, belongingness need. Option C, safety need. Option D, deficit need. Deficit need. ഏതാണ്? Deficit need. Okay, deficit need കേട്ടോ. What is the main classification given by Maslow about needs? What is the main classification given by Maslow about the needs? Option A, basic and advanced. Option B, internal and external. Option D, deficit and growth. Option D, physical and emotional. Deficit and growth. What can happen if the children do not get enough physical activities? What can happen if children do not get enough physical activities? Option A, they become more intelligent. They may experience growth retardation. Option C, they become more sociable. They become option D, they become sleep longer. ഇതിൽ ഏതാ വരുന്നേ? ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ കിട്ടാതെ വരുമ്പോ ഓക്കെ. ഓപ്ഷൻ എ, ദേ ബിക്കം മോർ ഇന്റലിജന്റ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കിട്ടാതെ വരുമ്പോഴാണ് പറയുന്നത്. ദേ ബിക്കം മോർ ഇന്റലിജന്റ്. അവര് കുറച്ചും കൂടി ഇന്റലിജന്റ് ആവുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ. ദേ മേ എക്സ്പീരിയൻസ് ഗ്രോത്ത് റിഡക്ഷൻ. Option C, they become more sociable. Option D, they sleep longer. ഏതാണ്? they may experience നമ്മള് ഗ്രോത്ത് മന്ദഗതിയിലാവും അല്ലേ? അതാണ് ആൻസർ കേട്ടോ. Which of the following is not mentioned as the need in the Henry Murray theory? Which of the following is not mentioned as the need in Henry Murray theory? Okay, option A, achievement. Option B, affiliation. Option C, autonomy. Option C, belongingness.
അറിയില്ല. ഓക്കെ, ഒന്ന് പറഞ്ഞു, ഒന്നുകൂടി പറയണോ? Okay. Which of the following is not mentioned as the need in Henry Murray's theory? Achievement, affiliation, autonomy, belongingness. ഇതിൽ ഏതാണ് ഹെൻറി മുറയുടെ തിയറിയിൽ പെടാത്തത്? ആരുമില്ല? തങ്കമണി ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സൂര്യ, ശരണ്യ, ഏതാണ് ഹെൻറി മുറയുടെ തിയറിയിൽ പെടാത്തത്? ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ, പാർട്ട് 2. Okay, individual different refers to dash. Individual different refers to dash. Option A, similarity among the individuals. Option A, similarity among the individuals. Option B, difference between individuals in various threads. Difference between individuals in various threads. Option C, only physical difference. Option C, only physical difference. Option D, none of these. Option D, none of these. ഏതാണ് ഓപ്ഷൻ? Option B, correct ആണ്. Then, all measures of threads that contribute to the individual difference tend to distribute themselves as per. ഒരു ലോനെ കുറിച്ച് പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ. അത് ഏതാണെന്ന് ആലോചിച്ച് പറയണം കേട്ടോ. A law of gravity, B law of attraction, C law of normal probability curve. Option D, law of learning. C. Law of normal probability curve. Okay. Inter-individual difference means difference within the same individual. Option A, difference within the same individual. Option B, difference between two or more individuals. Difference between two or more individuals. Option C, no difference at all. No difference at all. Option D, difference in environment only. Difference in environment only. ഇത് ഏതാണ്? Dio. Okay. Difference between two or more individuals ആണ് inter-individual difference. So, ഇതോ intra-individual difference ഓ? Same individual അല്ലേ? Difference within the same individual. So, understanding and appreciation of individual difference help the teachers to understanding and appreciation of individual difference. നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും മെന്റലി ഡിഫറെന്റ് ആണ്. അവരുടെ ആ ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലാക്കി ടീച്ചേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ്. Teach all the students in the same way. Teach all the students in the same way. Option B, provide education suited to each pupil. Provide education suitable to each pupils. Ignore learning difficulties. Option D, focus only on high achievers. ടീച്ചർ എന്താ ചെയ്യണ്ടേ?
എഡ്യൂക്കേഷൻ. suitable to all അല്ലേ? സോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അത് ഏത് ടൈപ്പ് ഓഫ് ഡിഫറൻസ് ആണെന്ന് പറയണം. വേരിയേഷൻ ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് ദ ഐസ്, ഹെയർ ആൻഡ് സ്കിൻ റെഫേഴ്സ് ടു ഓപ്ഷൻ എ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ബി ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ത്രെഡ്സ്, ഓപ്ഷൻ സി ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി, ഓപ്ഷൻ ഡി മെന്റൽ ഡിഫറൻസ്. Physical. People differ in reasoning, imagination, and creative expression are example of dash. People refers in reasoning, imagination, and creative expression are examples of dash. Option A, difference in physical traits. Option B, mental difference. Option C, difference in aptitude. Option D, difference in motor ability. ഇത് ഏതാണ്? മെന്റൽ ഡിഫറൻസ്. മെന്റൽ. Mental difference are often measured using dash. Mental difference are often measured using dash. Physical strength test. Option B, reaction time test. Option C, intellect IQ. Option D, IQ test. Option D, color vision test. IQ test. IQ test. Okay, correct. Difference in reaction time, steadiness, and muscular movement are example of dash. Difference in reaction time, steadiness, and muscular movement are examples of dash. Option A, mental difference. Option B, difference in interest and aptitude. Option C, difference in motor ability. Option D, physical difference. ഓപ്ഷൻ സി. Motor ability. Okay, motor ability, correct. Then നമ്മൾ അതിന് ശേഷം എടുത്തത് പാർട്ട് 3 ആയിരുന്നു അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള പേപ്പേഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ 2 പേപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ആദ്യത്തെ 5 യൂണിറ്റ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് വരുന്നത്. സൈക്കോളജി ആണ് ബാക്കി വരുന്ന 5 യൂണിറ്റ്. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതിൽ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചും ആദ്യ മാം പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് 2 ആയിട്ട്, ഒന്ന് തിയറി, ഒന്ന് എന്താണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും മോണ്ടിസോറി സ്കൂൾ ടീച്ചിങ്ങും 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് 1, യൂണിറ്റ് 1 മിനിറ്റ് ഞാൻ 1 മിനിറ്റ്. ഓക്കെ കേട്ടാ. പേപ്പർ 4 എന്ന് പറയുന്നത് പാർട്ട് 3 യൂണിറ്റ് 1, 3, 4, 5, 6. നിങ്ങൾ എക്സാമിന്റെ ടൈം ടേബിൾ വന്നപ്പോ അതിലെ ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സിന്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ?
ടൈം ടേബിളിലുണ്ട് മാം. ഓക്കെ, അത് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിൽ ഞാൻ യൂണിറ്റ് 1 ഞാനാണ് എടുത്തത് അല്ലെ, യൂണിറ്റ് 5ഉം 6ഉം ഞാൻ തന്നെ എടുത്തത് അല്ലെ. സോ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ദെൻ മോണ്ടിസോറി തിയറി, മെത്തേഡ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതില് യൂണിറ്റ് 2 7, 8, 9, 10 ആണ് വരുന്നത്. അതിൽ 2ഉം 8ഉം ഞാനാണ് എടുത്തിരിക്കുന്നത് അല്ലെ. സോ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ചാപ്റ്റർ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, റീഡൊക്കെ ചെയ്ത് നോക്കുക. കുറച്ചും കൂടി നമുക്ക് എന്താണ് ഒരു ചാപ്റ്റർ നിങ്ങൾ എങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നോ, ഒരു ചാപ്റ്റർ റീഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഒരു കൺഫർമേഷൻ വരും, ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത്രയും പ്രാവശ്യം നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ആവും കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ വാട്ട് ഡസ് ലവ് ഓഫ് സൈലൻസ് മീൻസ്? ലവ് ഓഫ് സൈലൻസ് ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത് ലവ് ഓഫ് സൈലൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിൽഡ്രൻസ് എൻജോയ് ബീയിങ് അലോങ്. കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിൽഡ്രൻസ് ഡിസ്ലൈക്ക് ടോക്കിംഗ്. കുട്ടികള് ടോക്ക് ചെയ്യുന്നത്, സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ചിൽഡ്രൻസ് കോൺസെൻട്രേറ്റ് ബെറ്റർ ഇൻ പീസ്ഫുൾ സറൗണ്ടിങ്സ്. കുട്ടികൾക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓപ്ഷൻ ഡി, ചിൽഡ്രൻസ് ആർ നാച്ചുറലി ക്വയറ്റ്. ചിൽഡ്രൻസ് ആർ നാച്ചുറലി ക്വയറ്റ്, ഭയങ്കര സൈലന്റ് ആണ്, നാച്ചുറലി ഭയങ്കര ക്വയറ്റ് ആണ്. ഏതാണ്? കുട്ടികൾക്ക് ചിൽഡ്രൻസ് കോൺസെൻട്രേറ്റ് ബെറ്റർ ഇൻ പീസ്ഫുൾ സറൗണ്ടിങ്സ്. അവർക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അല്ലെ. വാട്ട് ഈസ് മെന്റ് ബൈ സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിൻക്റ്റ്? അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. സോ what leads the children to act based on real choice rather than curiosity? കുട്ടികള് റിയൽ ചോയ്സ് എടുക്കുന്നത് എന്താണ്? നോട്ട് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുട്ടികൾക്ക് എന്താണ് അതിന് കാരണമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മോണ്ടിസോറി മെത്തേഡ് ആൻഡ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് കുട്ടികളിലെ ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ ക്യൂരിയോസിറ്റി കുറച്ച് അവരുടെ റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാൻ അവരെ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. സോ ഞാൻ ആ പേജ് നമ്പർ ഒന്ന് എടുക്കാണ് കേട്ടോ. ഡോക്ടർ മരിയ മോണ്ടിസോറി ചാപ്റ്ററിന്റെ പേജ് നമ്പർ ഒന്ന് എടുക്കാണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോർഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഡോക്ടർ മരിയ മോണ്ടിസോറി ആ ഒരു കഥ പോലെ നമ്മുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ വരണം. നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു സെഷനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മോണ്ടിസോറി എവിടെയാണ് ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്, സ്കൂളിന് കൊടുത്ത പേരെന്താണ്, അതിന്റെ മീനിങ് എന്താണ്, മീനിങ് മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്, 1907 മോണ്ടിസോറി ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ഓർ ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കാം. മോണ്ടിസോറി ബുക്സ് ഏതൊക്കെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്? അതില് മോണ്ടിസോറി ഫസ്റ്റ് എഴുതിയ ബുക്ക് ഏതാണ്? അറിയോ? ഫസ്റ്റ് റിട്ടൺ ബുക്ക് റോട്ട് ബൈ മോണ്ടിസോറി ഏത് ബുക്ക് എഴുതിയത്? ഓക്കെ, ദ മോണ്ടിസോറി മെത്തേഡ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ മോണ്ടിസോറി കാസ ദി ബാബലിൽ ഒരുപാട് ഡിസ്കവറീസ്, കാസ ദി ബാബലിൽ കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മോണ്ടിസോറിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? മെന്റൽ കോൺസെൻട്രേഷൻ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് വർക്ക്, നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, then lovers of silence, writing and reading, then spontaneous self discipline. ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം, നോക്കാട്ടെ, റീഡ് ചെയ്ത് നോക്കാവേ. then എന്താണ് അതിനുശേഷം ഈ ഒരു മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ് അത് റീഡ് ചെയ്താൽ മതി. നിങ്ങൾ റീഡ് ചെയ്താൽ മതി. ഇതിൽ ഇയർ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ആ ഒരു ഇയർ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഇങ്ങനെയാണ്. ബാക്കിയൊന്നും ഇയേഴ്സ് നിങ്ങൾ ഒരുപാട് ഇയേഴ്സ് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഓർത്ത് വെക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആണ്.
ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻലി 2 വശങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒന്ന് 1907 മറ്റൊന്ന് ഏതാണ് 1929 ഉണ്ട്. 1929 ആണ് നോക്കേണ്ടത്. 1 മിനിറ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ചാപ്റ്റർ നന്നായിട്ട് നോക്കണം. അതേപോലെ തന്നെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കോഹീഷൻ നന്നായിട്ട് തന്നെ നോക്കണം കേട്ടോ. ദെൻ ഈ ചാപ്റ്റേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 8 ചാപ്റ്റേഴ്സാണ് വരുന്നത് അല്ലെ. പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് 8 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ 8 ചാപ്റ്റേഴ്സിൽ നിന്നാണ് 50 ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഒരു ചാപ്റ്ററിൽ ഒരു 7 മേ ബി ഒരു 6 7 ആ ഒരു റേഞ്ചിലായിരിക്കും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബട്ട് നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ സെഷനിൽ നിന്ന് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും? 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. സൈക്കോളജിയിൽ നിന്ന് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്രയും നന്നായിട്ട് നല്ല ഡെപ്ത് ആയിട്ട് വേണം ആ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട്. ചിലപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ടെസ്റ്റ് നല്ല രീതിയിൽ റീഡ് ചെയ്യുക. നന്നായിട്ട് റീഡ് ചെയ്ത് മാക്സിമം മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റ് തന്നെ റിപ്പീറ്റ് വരുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ നന്നായിട്ട് ടെസ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് ചെയ്ത് ഓർമ്മയും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സൈക്കോളജി ഞാൻ പറഞ്ഞ പോലെയാണ്, ഇങ്ങനെയാണ് 10 ക്വസ്റ്റ്യൻസ് വീതമാണ് വരുന്നത്. അപ്പൊ ഒരു ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ചാപ്റ്ററിന്റെ വലിപ്പം കാണുമ്പോൾ അതിൽ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ചാപ്റ്റർ ആണോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നല്ല ഡെപ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ദെൻ എക്സാമിന് എപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കമന്റ് ആണ്, അവർക്ക് ചൈൽഡ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ സൈക്കോളജിയും ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി നന്നായിട്ട് ഈ ഒരു പാർട്ട് സൈക്കോളജിയും ചൈൽഡ് ഡെവലപ്മെന്റും നന്നായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. മാം, ദിവ്യക്ക് റേഞ്ച് കട്ടാവുന്നപ്പോ റെക്കോർഡ് ക്ലാസ് കിട്ടുമോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? നാളത്തേക്ക് കിട്ടില്ലേ? നാളെ അല്ലെങ്കിൽ നാളത്തേക്ക് കിട്ടും കേട്ടോ, കുഴപ്പമുണ്ടാവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞാലും മതി. നിങ്ങളൊന്ന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൂപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അവരോട് പറയാം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി നന്നായിട്ട് നോക്കണം. നല്ല ടഫ് എന്നല്ല, നല്ല ടഫ് എന്നല്ല പറയണേ, കുറച്ച് ടഫായിട്ട് വരുന്നതാണ്. ബാക്കി നിങ്ങൾ ചാപ്റ്റർ വായിച്ചു നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് ഡെപ്ത് ആയിട്ട് നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ പിന്നെന്താണ്, അതേപോലെ മോണ്ടിസോറി നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം അത് അങ്ങനെയാണല്ലോ. എന്നുവെച്ചാൽ നമ്മൾ കഥകൾ പോലെയല്ലേ ക്ലാസ്സുകൾ എടുത്ത് തന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനായാലും ജിഷാൻസ് ആയാലും കഥകൾ പോലെയൊക്കെയാ പറഞ്ഞു തന്നിരിക്കണേ അല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക. മാക്സിമം നമുക്ക് ഇപ്പൊ വർക്കിംഗ് ആയവരും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എക്സാമിന്റെ ടൈം മാത്രം ഒരു ഹാഫ് അവർ വേണോ എക്സാം അറ്റൻഡ് ചെയ്യാൻ? 50 മിനിറ്റ്സോ 50 മിനിറ്റ്സോ ഹാഫ് അവറോ മതിയാവും. അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം എക്സാമിന്റെ ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ദെൻ കറക്റ്റ് ആയിട്ട് അതൊക്കെ വായിച്ച് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. കാരണം ഒരു പ്രാവശ്യം ആൻസർ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഇവിടെ ആൻസർ അറിയാമെങ്കിൽ പോലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. ഡിറ്റിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില്, അപ്പം മെസ്സേജ് അയച്ചാൽ മതി. ആ ടോപ്പിക് ഇല്ലേ, ഞാൻ ഇപ്പൊ സെൻഡ് ചെയ്തില്ല കേട്ടോ.
ആദ്ര മിസ്സിന്റെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതാണ് എന്റെ നമ്പർ. ഇത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കോൾ വന്നാലും നമ്മൾ സൈലന്റ് ആയിരിക്കുള്ളൂ, അറിയില്ല. ഓക്കെ, അപ്പോ എന്താണ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. മെസ്സേജ് അയച്ചോ, ഞാൻ റിപ്ലൈ തരാം. പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണോ കേട്ടോ. ഓക്കെ, ഞങ്ങൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ശ്യാമ. ടൈമാണ് മാം. ഞാൻ 11:30 ക്ലാസ് പറഞ്ഞിട്ടാ മാം, ഓർമ്മയുണ്ടായിരുന്നില്ല. ആണോ? മെസ്സേജ് നോക്കിയില്ല മാം. ഞാനിപ്പോ ഇപ്പോഴാണ് ഒരു കുട്ടി എനിക്ക് മെസ്സേജ്, സീന പറഞ്ഞൊരു കുട്ടി നോട്ട് ഇട്ട് തരുമോ പറഞ്ഞിട്ട് എന്റെ ഫോണിലേക്ക്, ഞാൻ എപ്പോഴാ ഫോൺ എടുത്തതേ. അപ്പൊ 11:30 ക്ലാസ് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. ഉണ്ടായ സംഭവം. നിങ്ങളെ കാരണം കുട്ടികളുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ പോയതായിരിക്കും കുട്ടികള്. മോളുടെ സ്കൂളത്തെ അത് ക്യാൻസൽ ആയി. ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ ഒരു കുട്ടി മരിച്ച കാരണം കൊണ്ട് അത് ക്യാൻസൽ ആയി. ഒരു കുട്ടിക്ക് ബസ്സിന്ന് ആക്സിഡന്റ് ആയിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന്. അപ്പൊ ആ കുട്ടി മരിച്ചു അപ്പൊ തന്നെ. അപ്പൊ കാരണം കൊണ്ട് സെലിബ്രേഷൻ ക്യാൻസൽ ചെയ്തു. ബസ്സിന്ന് തെറിച്ചു വീഴ് ചെയ്തത്. ചെരുപ്പ് താഴെ പോയി. അത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തിരികെ ഇറങ്ങിയത് കണ്ടക്ടർ കണ്ടില്ല, ബാക്ക് വീല് കയറി. മാം ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ലേ? റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഞാൻ ഡിസ്കസ് ചെയ്തത് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 3ഉം 4ഉം അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പാർട്ട് 3ഉം 4ഉം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് നോക്കിയാൽ മതി കേട്ടോ. മാം ഫസ്റ്റ് എയ്ഡിന്റെ വീണ്ടും മാം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലേ? അതില് മറ്റേ ഫസ്റ്റ് എയ്ഡ് തന്നെയല്ലേ ചെയ്ത് നോക്കണേ? ഒരു ക്വസ്റ്റ്യനിൽ മാറ്റം ഉണ്ടോ? കാരണം സ്നേക് ബൈറ്റിൽ ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യണം എന്നാണ് ഫസ്റ്റ് എയ്ഡിൽ ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രല്ല മാറ്റിയിട്ടുള്ള മാം? മാത്രമേ ഉള്ളൂ മാറ്റം, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. എല്ലാവരും കോൺവെക്കേഷൻ വരുമ്പോ കാണാം. ഓക്കെ, കോൺവെക്കേഷൻ വരുമ്പോ കാണാം കേട്ടോ. അപ്പോ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ എക്സാമിന് മുമ്പായിട്ട് ചിലപ്പോൾ ഓണമൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഡൗട്ട്സ് ഒക്കെ വരുള്ളൂ. ഓണമൊക്കെ എൻജോയ് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാൻ നോക്കാം, അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഓണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം കേട്ടോ. ഓക്കെ, അധികം ലേറ്റ് ആക്കണ്ട. കാരണം എന്താണ്, മൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം മാം. ഹാപ്പി ഓണം മാം. ഹാപ്പി ഓണം. പി.ജിയിലെ കുട്ടികൾക്ക് പാട്ടൊക്കെ പാടാനുള്ള അവസരം ഉണ്ട് കേട്ടോ. നമുക്ക് റിവിഷൻ ആയതുകൊണ്ടാണ് ഒന്നും അലൗ ചെയ്യാനായിട്ട്. പി.ജിയിൽ വരുമ്പോ എന്തെങ്കിലും പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ഓണപ്പാട്ടുകൾ പാടാം കേട്ടോ. സെമിനാർ കഴിഞ്ഞിട്ടേ സമയം തരുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. സെമിനാർ എടുക്കാനുള്ളവര് അത് കറക്റ്റ് ടൈമിൽ പി.ജിയുടെ ക്ലാസ്സിൽ വരാട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.